ഈ ലോകം ഇത് നമ്മുടെ മാത്രമല്ല. ഇവിടെ ജീവിക്കാൻ എല്ലാ ജീവികൾക്കും അധികാരമുണ്ട്. എന്നാൽ നമ്മൾ സ്വൈരമായി ജീവിക്കുന്ന സ്ഥലത്ത് ചില ജീവികൾ അതിക്രമിച്ച് കയറി വന്ന് അത് അവരുടെ സ്ഥലമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ? ഇപ്പൊ നമ്മുടെ ഈ അവതാരണയൊക്കെ പോലെ മനുഷ്യന്മാർ ചെല്ലുന്ന പോലെ മറ്റു ചില ജീവികൾ നമ്മുടെ വാസസ്ഥലത്തേക്ക് കയറി വരുന്നു, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. എത്ര പറഞ്ഞാലും, എത്ര പോസിറ്റീവായി പറഞ്ഞാലും നമുക്ക് പേടിയുള്ള ഒരു ജീവി, അതെ, പാമ്പ്. പാമ്പിനെ കൊണ്ട് പൊറുതി മുട്ടിയ ഒരു വീട്, അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് ആൾതാമസം അല്ലെങ്കിൽ ആൾക്കാർ ഒഴിഞ്ഞു പോയൊരു വീട് മലപ്പുറം ജില്ലയിലുണ്ട്. സ്ഥലം പറയാൻ എനിക്ക് നിർവാഹമില്ല. അവിടെ നടന്നൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിരുന്ന ഒരു ദമ്പതികൾ അവർ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവർ മലപ്പുറം ജില്ലയിലെ ഈ പ്രത്യേക സ്ഥലത്തുള്ള ഈ വീട് ചുളിവ് വിലയ്ക്ക് സ്വന്തമാക്കുന്നു. താമസിച്ചു തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പല തരത്തിലുള്ള പാമ്പുകളെ വീടിന്റെ പരിസരങ്ങളിലായിട്ട് തൊടികളിൽ കാണുന്നു. പക്ഷെ അതവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ ഇഗ്നോർ ചെയ്തു. പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പാമ്പിനെ അവർ കാണുന്നത് സ്വന്തം വീടിനകത്തായിരുന്നു. എന്തിനധികം പറയുന്നു, ബെഡ്റൂമിനകത്ത് വരെ അവർ ഈ പാമ്പിനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അത് അവരെ അല്പം പാനിക് ആക്കുന്നു, അവരെ പേടിയുടെ ഹെഡിലേക്ക് കൊണ്ടുപോകുന്നു. അവർ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അവരുടെ വീട്ടുകാരുമായിട്ട്, അവരുടെ കുടുംബക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. തുടർന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പൂജയും വഴിപാടെല്ലാം ഈ വീട്ടുകാർ കഴിക്കുന്നു.